ആദ്യക്കുട്ടനെ എഴുത്തിനിരുത്താൻ പോവുകയാണ് അല്ലേ? ആദ്യം എവിടെ പോകണു? എഴുതാൻ പോകണം. പോയിട്ട് വരാൻ പറ. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന എന്നാണ്. ഇത് വിഷുവിൻ്റെ അന്ന് രാവിലെ എടുത്തൊരു വീഡിയോ ആണ്. ആദ്യക്കുട്ടനെ ഞങ്ങൾ അന്നാണ് എഴുത്തിനിരുത്തിയത്. അപ്പോൾ അവിടെ വീടിനടുത്ത് തന്നെ നമുക്കൊരു സരസ്വതിയുടെ ക്ഷേത്രമുണ്ട്, അവിടെയാണ് ഇരുത്തിയത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണെന്ന് പോയത്. ഞാനും അമ്മയും അല്ലുവും ആദ്യമായിട്ട് ഓട്ടോയിൽ പോയി. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു അമ്പലമാണ്, ശിവൻ്റെ അമ്പലമാണിത്, ചെങ്കല്ലൂർ ശിവക്ഷേത്രം. അങ്ങനെ അമ്പലമെത്തി. അവിടെ തൊട്ടടുത്ത് തന്നെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ പോകാനായിട്ട് ഭയങ്കര പിണക്കത്തിലായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പാർക്കിലൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ ഇരുന്നു. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഒത്തിരി ആളുണ്ടായിരുന്നു. ഞങ്ങൾ തിരക്കില്ലായിരിക്കും എന്നാണ് വിചാരിച്ച് വന്നത്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ലാസ്റ്റ് പിന്നെ ടോക്കൺ അനുസരിച്ചാണ് നമുക്ക് ഇവിടെ കയറിയത്. ചട്ട ഇടത് കൈ കൊണ്ട് പിടിച്ച് വലത് കൈ കൊണ്ട് തേന പിടിപ്പിക്കുമ്പോൾ മോനെ പിടിപ്പിച്ചിട്ട് ഞാൻ തേന പിടിപ്പിക്കുമ്പോൾ പിടിപ്പിച്ച് ഓം ഹരി ശ്രീ ഗണപതയേ നമ വിഘ്നമസ്തു. എഴുത്തിന് ശേഷം അവർ ഈ വയമ്പ് പറയണ്ടല്ലോ, അത് നിറയ്ക്കാനുള്ള നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പം അത് ആദ്യക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് വാരി വാരി ഇടാനായിട്ട്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെയ്തു. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ അല്ലുവിനും നമ്മൾ അങ്ങനെ ചെയ്യിച്ചായിരുന്നു പറയിടുന്നത്. അത് എല്ലാ കുട്ടികൾക്കും അന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ ചെന്ന് ചെയ്യാം, വിദ്യാരംഭത്തിനും പോയി ചെയ്യാമെന്നുള്ളതാണ് സരസ്വതിയുടെ ക്ഷേത്രത്തിൽ. അപ്പം അല്ലുവിനെ ഞങ്ങൾ ആ ഒരു നേർച്ച ചെയ്തായിരുന്നു അവിടെ വെച്ചിട്ട്. അവിടെ നമ്മൾ വിദ്യാരംഭം ചെയ്തതിന് ശേഷം പോറ്റി നമുക്കൊരു മണി തരും. അത് നമുക്ക് അവിടെ ദേവിയുടെ ബാക്കിൽ തന്നെ ആയിട്ട് നമുക്കവിടെ കെട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴേക്കും ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രസാദമൊക്കെ വാങ്ങി അവർ ഫുൾ ബഹളത്തിലായിരുന്നു കുഞ്ഞുങ്ങൾ വീട്ടിൽ പോകാനായിട്ട്. ഒന്നാമത് ഭയങ്കര ചൂടും കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്നില്ല അധികം. നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങ് പോന്നു. ഇത് അടുത്തുള്ളൊരു പ്രീ സ്കൂളിലെ ടീച്ചേഴ്സ് വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അവരുടെ ബ്രൗഷേഴ്സൊക്കെ കൊടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ബൈ.